ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിരഞ്ജനും കാഞ്ചനയും കൂടി സംസാരിക്കുകയാണ്. മായ രഞ്ജനയുടെ മരണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിരഞ്ജൻ്റെ മനസ്സിലുള്ള കാര്യം കാഞ്ചനയോട് ചോദിക്കുമ്പോൾ കാഞ്ചന പറയുകയാണ്, എനിക്ക് നല്ല സംശയമുള്ളത് ആ സീതാലക്ഷ്മി തങ്കച്ചിയെയും അതുപോലെ സ്വാമിയെയുമാണ്. നിരഞ്ജൻ, നീ ഒന്ന് മനസ്സിലിരുത്തി ആലോചിച്ചു നോക്ക്. നിനക്ക് അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒരു മനസ്സിലാവും. സീതാലക്ഷ്മിക്ക് മായ രഞ്ജനിയോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. അതുപോലെ സ്വാമിയെയും എനിക്ക് നല്ല സംശയമുണ്ട്. മായ മരിച്ചതിൻ്റെ ശേഷമാണ് സ്വാമി അവിടെ വന്ന് പറ്റിക്കൂടിയതും ആരാരുമില്ലാത്തവനാണെന്നും പറഞ്ഞ് ഏട്ടൻ്റെ സഹായത്തിനായിട്ട് അവൻ ഒപ്പക്കൂടിയതും. അതിലൊക്കെ എനിക്ക് എന്തോ നല്ല സംശയമുണ്ട്. നീയൊന്ന് മനസ്സിലിരുത്തി ആലോചിച്ചു നോക്ക്. എന്ന് കേട്ടപ്പോൾ നിരഞ്ജന് അപ്പച്ചി പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ള ഒരു സംശയം നിരഞ്ജൻ്റെ മനസ്സിൽ വരികയാണ്. പിന്നീട് അക്ഷരയും നിരഞ്ജനും കൂടി സീതാലക്ഷ്മി വരുന്ന വഴിയിൽ തടഞ്ഞു നിർത്താൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. എനിക്ക് സീതാലക്ഷ്മിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നും പറഞ്ഞ് അപ്പോൾ നിരഞ്ജൻ പറയുന്നുണ്ട്, വെറുതെ അവരുമായിട്ടൊരു സംസാരത്തിന് നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ അക്ഷര പറയാണ്, എനിക്ക് ഒരു പേടിയുമില്ല. അവരോട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്. എൻ്റെ ആഭരണമെല്ലാം അവർ തട്ടിയെടുത്തുകൊണ്ട് പോയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ പറയും, നീ തന്നെയല്ലേ അവർക്ക് ആഭരണം കൊടുത്തത്? അത് പിന്നെ കത്തി കഴുത്തിൽ വെച്ച് ചോദിക്കുന്നത് പോലെയല്ലേ അവർ വന്ന് ചോദിച്ചിട്ട് പോയത്? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആഭരണങ്ങൾ കൊടുത്തത്. എനിക്കെന്തായാലും അവരോട് സംസാരിക്കാനുണ്ട്. എന്നെ തടയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് സീതാലക്ഷ്മി വരുന്ന ഭാഗത്ത് പോയി അക്ഷര നിൽക്കാൻ കേട്ടോ. അപ്പോഴാണ് സീതാലക്ഷ്മി കാറിൽ വരുന്നത്. അപ്പോൾ അക്ഷര അങ്ങ് തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് തങ്കച്ചി കാറിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം അക്ഷരയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ജയശങ്കറിൻ്റെ മോളെ, എൻ്റെ വഴി തടയാൻ മാത്രം ആയോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയല്ല പറയേണ്ടത്, മായ രഞ്ജിനിയുടെ മോളാണ്. നിൻ്റെ അച്ഛനുമായിട്ട് നീ നല്ല ഉടക്കിലാണെന്നുള്ളത് എനിക്കറിയാം. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ അക്ഷര പറയാണ്, ആ സന്തോഷം എന്നെ ബാധിക്കുന്നില്ല. എനിക്കറിയേണ്ടത് എൻ്റെ അമ്മയുടെ മരണത്തിൽ നിങ്ങൾക്ക് എന്ത് പങ്കാണുള്ളത് എന്നങ്ങ് ചോദിക്കുമ്പോൾ തങ്കച്ചി പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് അക്ഷര ചോദിക്കുകയാണ്, എൻ്റെ അച്ഛനും നിങ്ങളും ചേർന്നിട്ടാണോ എൻ്റെ അമ്മയെ കൊന്നത്, അതോ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ തങ്കച്ചി പറയണേ, നിന്റെ അമ്മയോട് എനിക്ക് ശത്രുത ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ കൊല്ലാൻ മാത്രമുള്ള ഒരു ദേഷ്യമൊന്നും നിന്റെ അമ്മയുടെ അടുത്ത് എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ ഭർത്താവിനെ കൊന്ന ശേഷം നിന്റെ അമ്മയോടും എല്ലാം എനിക്ക് നല്ല ദേഷ്യമായിരുന്നു എന്ന് പറയുമ്പോൾ നിരഞ്ജൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾ ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ സ്വൈര്യം കെടുത്തുന്നത് പോലെ ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ട്. എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. തങ്കച്ചി പറയാൻ, ഡോക്ടർ നിരഞ്ജൻ, നിങ്ങൾ ഇതിൽ തലയിടേണ്ട. ഇത് ഞാനും ജയശങ്കറും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയണ, ഈ പ്രശ്നം ഞങ്ങളെ കൂടി ബാധിക്കുന്നുണ്ടല്ലോ തങ്കച്ചി എന്ന് പറയുമ്പോൾ, എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിന്റെ അമ്മയുടെ മരണത്തിൽ എൻ്റെ കൈ പതിഞ്ഞിട്ടില്ല. അത് നിന്റെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്ക്. അയാളുടെ മനസ്സിൽ വലിയ രഹസ്യങ്ങളുടെ കൂമ്പാരമാണ്. നീ തന്നെ അവിടെ പോയി ചോദിച്ചു നോക്ക്. അല്ലാതെ എൻ്റെ വഴി തടയാനൊന്നും നീ നിൽക്കണ്ട. അങ്ങനെയാകുമ്പോൾ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വന്നാൽ ആ ഒരു ക്രെഡിറ്റ് കൂടി എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അതുകൊണ്ട് ജയശങ്കറിൻ്റെ മകൾ അങ്ങ് മാറി നിൽക്ക് എന്നും പറഞ്ഞ് തങ്കച്ചി അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ അക്ഷരയുടെ മനസ്സിൽ വീണ്ടും സംശയങ്ങൾ ഉയരുകയാണ്. പിന്നീട് ദേവിക ഇരുട്ടിനെയും പരുന്തിനെയും കാണാൻ വേണ്ടി ചെല്ലാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് വേണ്ടി നിങ്ങളൊരു കാര്യം ചെയ്യണം. എനിക്കത് നിങ്ങളോട് പറയാൻ കുറച്ച് മടിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ, പെങ്ങൾ എന്ത് വേണമെങ്കിലും ഞങ്ങളോട് പറഞ്ഞോളൂ, ഞങ്ങൾ എന്തിനും ഏതിനും പെങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ, ഇത് ഞാൻ തന്നെ നേരിട്ട് ചെയ്താലോ എന്നാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. പക്ഷേ അത് വേണ്ട, കാരണം എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളല്ലേ, അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളാണ് ആ ആളെ അടിക്കേണ്ടത് എന്ന് പറയുമ്പോൾ, ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഒരു തവണ അടിച്ച ആൾ തന്നെയാണ് ആ നടേശൻ. ആ നടേശനിട്ട് നിങ്ങൾ പൊട്ടിക്കണം എന്ന് പറയുമ്പോൾ ഇരുട്ടും പരുന്തും പറയണം, അതിനെന്താണ്, ഞങ്ങൾ അക്കാര്യം ഏറ്റെടുത്തോണ്ട്. ഈ സമയം നിരഞ്ജനും അക്ഷരയും കൂടി സംസാരിക്കുകയാണ്. തങ്കച്ചിയല്ല ചെയ്തത് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ അമ്മയുടെ കൊലപാതകത്തിൻ്റെ പിന്നിൽ അവരല്ല. അവരുടെ കണ്ണിൽ നിന്ന് തന്നെ എനിക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം. പക്ഷേ അവരതങ്ങ് വിട്ടു പറയുന്നില്ല എന്ന് പറയട്ടോ. എൻ്റെ അച്ഛനെയാണ് എനിക്കിപ്പോൾ നല്ല സംശയം വരുന്നത് എന്ന് പറയുമ്പോൾ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിൻ്റെ അപ്പച്ചിയാണ് നിന്നോട് ആദ്യം നിൻ്റെ അച്ഛനുള്ള ഒരു തീപ്പൊരി മനസ്സിലേക്ക് ഇട്ട് തന്നത്. ആളി കത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവരുടെ രണ്ടുപേരുടെയും. അതുപോലെ തങ്കച്ചിയുടെയും മനസ്സിലിരിപ്പ് അത് തന്നെയാണ്. നിന്നെ വെച്ച് തന്നെ നിൻ്റെ അച്ഛനെ മാനസികമായി ബുദ്ധിമുട്ടിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ നിൻ്റെ അച്ഛൻ ഒരിക്കലും നിൻ്റെ അമ്മയെ കൊലപാതകത്തിൻ്റെ പിന്നിലില്ല. അത് നീ ആദ്യം വിശ്വസിക്കണം. ഞാൻ നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടില്ലേ, നിൻ്റെ അമ്മയുടെ കൊലപാതകി ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടെത്തി നിൻ്റെ മുന്നിൽ കൊണ്ടുതരാമെന്നുള്ളത്. അതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്കുക. അല്ലാതെ നീ വെറുതെ ജയശങ്കർ സാറിനെ വെറുതെ സംശയിക്കരുത്. നിൻ്റെ അച്ഛനെ തകർക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. അതിനെ ഒരു കരുവാക്കുന്നത് നിന്നെയാണ്. നിന്നെ വെച്ചാണ്
ജയശങ്കർ സാറിൻ്റെ മനസ്സിനെ മാനസികമായി തകർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്, ഇഞ്ചിഞ്ചായി തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നീ വീഴരുത് എന്ന് പറഞ്ഞ് നിരഞ്ജൻ അക്ഷരയെ ഉപദേശിക്കുകയാണ്. പിന്നീട് പാർവതിയും മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ്. ആ ദേവിക ആരോടും പറയാതെ എവിടേക്കാണാവോ പോയത്? അവളുടെ ഈ തോന്നിവാസം നമ്മൾ ഇനി അനുവദിച്ചു കൊടുക്കരുത്. അവൾക്ക് ആരോടും ഒന്നും പറയുകയും വേണ്ട. തോന്നിയ സമയത്ത് തോന്നിയിടം പോയിട്ട് അങ്ങ് നിരങ്ങി വന്നോളും. അതെല്ലാം നമ്മുടെ കുടുംബത്തിനാണ് ചീത്തപ്പേര് എന്നൊക്കെ പാർവതിയെ മുത്തശ്ശി ഇങ്ങനെ എരിപിരി കേട്ടാണ്ടോ. ആ സമയത്താണ് അവിടേക്ക് മനോഹരം വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എടാ മനോഹര, നിന്റെ ദേവിക എവിടേക്കാണ് പോയത്? നിന്റെ മരുമകൾ എവിടേക്കാണ് ഇറങ്ങിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ, അവളെ ഒന്ന് സൂക്ഷിക്കണം, അവൾക്കിങ്ങനെ തോന്നിയ പോലെ നടന്നാലൊന്നും കാര്യം നടക്കില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് എൻ്റെ ദേവിക മോൾ പോകുന്നതിൽ ഒരു സംശയവുമില്ല എന്ന് പറയുമ്പോൾ, നിന്റെ ഈ ആത്മവിശ്വാസം അത് നിനക്ക് തന്നെയാണ് തിരിച്ചടി ആവത്തുള്ളൂ എന്ന് പറയുമ്പോൾ, അതിൽ ഞാൻ അങ്ങ് സഹിച്ചു. എനിക്ക് ദേവികയിൽ ഒരു ആത്മവിശ്വാസ കുറവുമില്ല. അവൾക്ക് പോകുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. അവൾ അത് നടത്തിയിട്ട് അങ്ങ് വരും. വെറുതെ അമ്മ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് മനോഹരൻ മുത്തശ്ശിയുടെ വായ അടപ്പിച്ചുകൊണ്ട് അങ്ങ് പോവാട്ടോ. അപ്പോഴത്തേക്കും നിത്യ അകത്ത് നിന്ന് വരികയാണ്. എന്നിട്ട് നിത്യയോട് മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല ആ ദേവിക എവിടെയാ പോയത് എന്ന് നിന്നോട് വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയാണ്, അതിന് നിത്യയും ദേവികയും ശത്രുക്കളല്ലേ, പിന്നെ എങ്ങനെ അവളോട് ഇക്കാര്യം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിത്യ മനസ്സുകൊണ്ട് അതങ്ങ് പുഞ്ചിരിക്കുകയാണ്. എന്നിട്ട് പറയണ, അവർ എന്തെങ്കിലും രഹസ്യം കണ്ടുപിടിക്കാൻ പോയതാവും. ആ രഹസ്യം എന്ത് തന്നെ ആയാലും അത് അവർക്കല്ലേ അറിയൂ എന്ന് പറയുമ്പോൾ പാർവതി ചോദിക്കുക, രഹസ്യമോ? എന്ത് രഹസ്യം? അറിയില്ല അമ്മേ, രഹസ്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. എന്ത് രഹസ്യമായാലും അവരത് കണ്ടെത്താനാവും അവരുടെ ശ്രമം എന്ന് പറയട്ടോ. നിത്യ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ അങ്ങ് സംസാരിക്കുമ്പോൾ പാർവതിയും മുത്തശ്ശിയും ചോദിക്കുകയാണ്, എന്ത് രഹസ്യമാവും മോളെ എന്ന് പറയുമ്പോൾ, അതിപ്പോൾ നമുക്കറിയില്ലല്ലോ, ശത്രുവാണെങ്കിലും നമുക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ എന്നും പറഞ്ഞ് നിത്യ അകത്തേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയണേ, അവളുടെ ഒരു രഹസ്യം കണ്ടുപിടിക്കൽ അവളെ ആ സിദ്ധാർത്ഥനെ കാണാൻ പോയതായിരിക്കും, അല്ലാതെ മറ്റൊന്നിനുമല്ല. പാർവതി, നീ ഇത് അനുവദിച്ചു കൊടുക്കരുത്, നീ ഇതിന് തടയിടണം, അവൾ ഇനി പുറത്തേക്ക് ഇറങ്ങി പോവാനൊന്നും സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് പാർവതിയെ എരിപിരി കയറ്റുകയാണ് മുത്തശ്ശി. ഈ സമയം ദേവിക വീണ്ടും ഇരുട്ടിനോടും പരുന്തിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നടേശന്റെ തലക്കിട്ട് ഒന്ന് കൊടുക്കുകയാണ് വേണ്ടത്, അയാൾക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ് എന്ന് പറയുമ്പോൾ, ഇരുട്ടും പരുന്തും വരണേ, അതൊക്കെ ഞങ്ങൾ ഏറ്റു, അക്കാര്യമൊക്കെ ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ശരത്ത് വരുന്നത്. അപ്പോൾ ശരത്തിനൊരു കോള് വരികയാണ്, പ്രഭാവതിയുടെ കോള് വരികയാണ്. എന്നിട്ട് പറയണ, ആ ബീച്ച് റോഡിൽ നിന്നുകൊണ്ട് ദേവിക ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്, നീ ഒന്ന് പോയി ശ്രദ്ധിച്ചു നോക്കി എന്ന് പറഞ്ഞ് ഫോൺ വെക്കാൻ കേട്ടോ. അങ്ങനെ ശരത്ത് അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ശരത്ത് ഒളിഞ്ഞു നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ഇവർ 3 പേരും കൂടി സംസാരിക്കുന്നത് ശരത്ത് മറഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ഇവർ എന്താണ് ഈ പറയുന്നത്? ചിരിച്ചോണ്ടാണല്ലോ സംസാരിക്കുന്നത്, എനിക്കിട്ട് വല്ലതും പണിയാനായിരിക്കും. എന്തായാലും നിങ്ങളുടെ പണിയൊക്കെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് നിങ്ങൾ 3 പേരും കൂടി എന്താണ് സംസാരിച്ചത് എന്നുള്ളതൊക്കെ എനിക്ക് അറിയാൻ കഴിയും. എൻ്റെ ജമ്പ് ജമാൽ എല്ലാ കാര്യവും എന്നോട് തുറന്ന് പറയും. അതുകൊണ്ട് നീ ഒന്നും എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, എനിക്കിട്ട് പണിയാൻ പോകുന്നതെല്ലാം തന്നെ ജമ്പ് ജയമാൽ എന്നോട് പറഞ്ഞിരിക്കും എന്നും പറഞ്ഞ് ശരത്ത് അവിടെ നിന്നും പോവാട്ടോ. ഈ സമയം സിദ്ധു ദേവികയെക്കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടേക്ക് പ്രേമയും ചന്ദ്രലേഖയും കൂടി ചെല്ലുന്നത്. എന്നിട്ട് പറയണേ, ഞങ്ങളൊരു കാര്യം പറയാനാണ് നിൻ്റെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞ് പ്രേമ പറയണേ, നീ ഒരു കാര്യം ചെയ്യ്, ചന്ദ്രലേഖയെ കല്യാണം കഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നീ അങ്ങ് സമ്മതം മൂളണം. അങ്ങനെയാണെങ്കിൽ മനോഹരനെതിരെ കൊടുത്തിട്ടുള്ള കേസ് ഇവളുടെ അച്ഛൻ നടേശൻ പിൻവലിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്ര പറയണേ, കേസ് പിൻവലിക്കുക മാത്രമല്ല അവർക്ക് നഷ്ടപരിഹാര തുകയും കൊടുക്കാം. പൈസ കിട്ടിയാൽ എന്താ, കൈക്കത്തൊന്നുമില്ലല്ലോ എന്ന് പറയട്ടോ. അതൊക്കെ കേൾക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയണ ചന്ദ്രലേഖ, എനിക്ക് എന്തായാലും സിദ്ധുവേട്ടനെ മറക്കാൻ കഴിയില്ല, അവൾക്ക് വിട്ടുകൊടുക്കാനും കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഡീലിന് സിദ്ധുവേട്ടൻ സമ്മതിക്കണം എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ സിദ്ധാർത്ഥ് അങ്ങ് വിഷമിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണം? ഈ കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഇവർ അച്ഛനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് സിദ്ധാർത്ഥ് മനസ്സിൽ ചിന്തിക്കാം കേട്ടോ. എന്നിട്ട് പ്രേമ പറയണ, ഞങ്ങൾ പറയുന്നത് അനുസരിക്ക് സിദ്ധു, നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഈ ചേച്ചി ഈ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഓ എനിക്കറിയാം ചേച്ചി എന്നെക്കുറിച്ച് എന്തുമാത്രം അധികം നന്മ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. എന്തായാലും നിങ്ങൾ താഴേക്ക് പോയിക്കോ എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും അവിടേക്ക് നടേശം വന്നിട്ടുണ്ടാവും. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ വല്ലാത്തൊരു കച്ചവടക്കാരൻ തന്നെ എന്ന് പറയുമ്പോൾ, ആ ചില കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ നീക്കണം, എങ്കിലല്ലേ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നൊക്കെ നടേശൻ അർത്ഥം വെച്ച് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രേമയും രംഗനും ചന്ദ്രലേഖയും കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നടേശൻ പറയാണ്, മനോഹരനെതിരെയുള്ള കേസ് ഞാൻ പിൻവലിക്കുകയും ചെയ്യാം, നല്ലൊരു തുക അവർക്ക് നഷ്ടപരിഹാരമായി കൊടുക്കുകയും ചെയ്യാം. സിദ്ധാർത്ഥും എൻ്റെ ചന്ദ്രലേഖ മോളും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കണം എന്നങ്ങ് പറയട്ടെ. അപ്പോഴത്തേക്കും സിദ്ധു അവിടേക്ക് വരികയാണ്. എന്നിട്ട് സിദ്ധു പറയാണ്, തൽക്കാലം ഇപ്പോൾ ഞാനൊരു അഭിപ്രായം നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് ഞാൻ വഴിയെ തന്നെ പറഞ്ഞോളാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ നോക്ക് എന്ന് നടേശനോട് അങ്ങ് പറയട്ടോ. അങ്ങനെ സിദ്ധു കുറച്ച് കടുപ്പിച്ചുള്ള വാക്കുകളാണ് നടേശനോട് പറയുന്നത്. അപ്പോൾ ചന്ദ്രലേഖ, ഇയാൾ എന്തൊക്കെയോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് സിദ്ധുവിനെ നോക്കുന്നത്. അപ്പോൾ പ്രേമയും, ഇവനെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവനോടൊപ്പം ഞാൻ നല്ലതുപോലെ സംസാരിച്ചതല്ലേ, പിന്നെ എന്താ ഇവൻ ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് പ്രേമയും നോക്കുന്നത്. അപ്പോൾ സിദ്ധു പറയണേ, എന്തായാലും ഞാൻ നിങ്ങൾക്ക്
ഒരു മറുപടി തരാം, പറയാതിരിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഞാൻ മറുപടി പറയുന്നില്ല. ഞാൻ പിന്നീട് ആ മറുപടി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിച്ചോളാം. നിങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്നും പറഞ്ഞ് നടേശനെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ നോക്കുകയാണ് കേട്ടോ. ഈ ദേവികയും നിത്യയും കൂടി സംസാരിക്കുകയാണ് അവരുടെ റൂമിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ റൂമിൻ്റെ കഥ അടച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നിത്യയും ദേവികയും സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ശരത്ത് അവിടേക്ക് ഒളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ശരത്ത് വന്ന ആ ഒരു സൂചന പോലെ ദേവികയ്ക്ക് മനസ്സിലാവാണ് ശരത്ത് അവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ ദേവിക പറയാണ്, മിണ്ടാതിരിക്കും നിത്യ, നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ ശരത്ത് ഇപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് നിത്യയും ദേവികയും കൂടി ശരത്തിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയമാണ് പിന്നെ നടത്തുന്നത്. അങ്ങനെ നിത്യ വീണ്ടും ദേവികയെ ചീത്ത പറഞ്ഞ് സംസാരിക്കുന്നത് പോലെയൊക്കെ അങ്ങ് ആക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ശരത്ത് അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ഉടക്കിൽ തന്നെയാണ് എന്നങ്ങ് വിശ്വസിച്ച് പോവാണ് കേട്ടോ. എന്നിട്ട് ശരത്ത് പോയി കഴിഞ്ഞ ശേഷം ദേവിക നിത്യയോട് പറയാണ്, നമ്മുടെ അച്ഛനിട്ട് പണിതതിനും എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതിനും എല്ലാം കൂടി ആ നടേശനിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള പ്ലാനുകളാണ് നിത്യയോട് പറയാൻ പോകുന്നത്. അപ്പോൾ ദേവിക ആ പറയുന്ന വാക്ക് കേട്ടപ്പോൾ നിത്യയ്ക്കും ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ഇനി ഓരോന്നായിട്ട് നമുക്ക് ചെയ്തു തീർക്കണം. അങ്ങനെ പ്രഭാവതിക്കും ശരത്തിനും ഇട്ട് ഇനി നല്ലൊരു കൊട്ട് കൊടുക്കണം എന്നൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.